മുൻപ് ഞാനൊരു തക്കാളി ചട്നി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വന്ന ഒരുപാട് ക്വസ്റ്റ്യനിൽ കുറച്ചാണ് കേട്ടോ ഇത്. അത് വേറൊന്നുമില്ല, അന്ന് ഞാൻ തയ്യാറാക്കിയ ആ ദോശയുടെ റെസിപ്പി ആയിരുന്നു. ഇത് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു ദോശയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഈസ്റ്റ് ചേർത്തിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇന്ന് നമ്മൾ ഈസ്റ്റ് ചേർക്കാതെയാണ് ഇതിൻ്റെ റെസിപ്പി ചെയ്യുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ പച്ചരി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മളത് അരച്ചെടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ നല്ല പോലെ ഊറ്റി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്ന ഒരു ഐറ്റമാണ് തേങ്ങാവെള്ളം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. കൂടെ തന്നെ ഒരു 1/3 കപ്പ് തേങ്ങയും കൂടെ 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഉപ്പ് ആവശ്യത്തിനും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് +1 ടേബിൾ സ്പൂണാണ് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കുന്നത്. വെള്ളം ഞാൻ 1 ടേബിൾ സ്പൂൺ പിന്നെ മിക്സി ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂണാക്കി കുറച്ചതിൻ്റെ കാരണം വേറൊന്നുമല്ല, മാവിൽ ഇച്ചിരി വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 1 ടേബിൾ സ്പൂണും 2 ടേബിൾ സ്പൂൺ ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു അപ്പം കിട്ടും കേട്ടോ. മാവ് ഒരു തവി ഉപയോഗിച്ചിട്ടേ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം അടച്ച് വെക്കാനായിട്ട്. ഇത് നമുക്കൊരു 8 മണിക്കൂറോളം മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ മാവ് പൊങ്ങാനെടുക്കുന്ന സമയം തീരുമാനിക്കുന്നത് കേട്ടോ. മഴയുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുണ്ടാക്കുമ്പോഴേ ഇച്ചിരി ഈസ്റ്റ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതിന് വേറെ ടേസ്റ്റാണ്. ഈസ്റ്റ് ചേർത്തിട്ടും ഈസ്റ്റ് ചേർക്കാതെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാവ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി. പരത്തിയിട്ട് ഇല്ലേലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. മാവ് ഒഴിച്ചതിന് ശേഷം ഇതിൽ നല്ല പോലെ ഇങ്ങനെ ഹോള് വരും. ഹോള് വരുന്ന സമയത്താണ് നമ്മളതൊന്ന് അടച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് കണ്ടല്ലോ, ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് എപ്പോഴും മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നല്ല അടിപൊളി അപ്പമാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ, വെറുതെ കഴിക്കാൻ പറ്റിയൊരു അപ്പം കൂടെയാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് കറി ഇല്ലെങ്കിലും നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് കേട്ടോ. നല്ല ചൂടോടുകൂടി നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. സാധാരണ നമ്മൾ ഉഴുന്ന ദോശ അതുപോലെ അപ്പമോ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ഈ ഒരു അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുന്ന സമയത്ത് വെള്ളം കൂടാതെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് ഇതുപോലെ നമുക്ക് കിട്ടുള്ളൂ. വെള്ളം കൂടിയാൽ ഇതിങ്ങനെ സ്പ്രെഡായി പോകും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു അളവിൽ തന്നെ വെള്ളം എടുത്തിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.